ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന വലിയ വലിയ ചുളുക്കുകൾ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ വരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ഒത്തിരി നാളായിട്ട് തയ്ക്കുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വീഡിയോയിൽ വരുന്ന ആ കമൻറ്റിൽ വരുന്ന ചോദ്യങ്ങൾ വെച്ചാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ എൻ്റെ ബ്ലൗസിൻ്റെ ഇറക്കം ഇത്ര ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ടക്ക് പോയിന്റ് എത്ര, ബോഡി പാർട്ട് എത്ര എടുക്കും, അതായത് ബ്ലൗസ് ഇറക്കത്തിനനുസരിച്ചാണ് ചോദിക്കുന്നത്. ഒരിക്കലും നമുക്ക് ബ്ലൗസ് ഇറക്കത്തിനനുസരിച്ച് ഫ്രണ്ട് ടക്ക് പോയിന്റോ അല്ലെങ്കിൽ ഷോൾഡർ മുതൽ ബോഡി പാർട്ട് വരെയുള്ള ഈ ഇറക്കമോ നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് ഇറക്കം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഇതിപ്പോൾ ഞാൻ എനിക്ക് തയ്ക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഒരുപാട് മാർക്കിങ്ങും വരകളും ഒന്നും ഇട്ടിട്ടില്ല, അത്യാവശ്യം മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ബ്ലൗസ് കട്ടിങ്ങിന്റെ വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ ലൈനും വരച്ചിട്ടാണ് മാർക്കിങ് എല്ലാം. ഇതിപ്പോൾ ഞാൻ എനിക്ക് തയ്ക്കാൻ വേണ്ടി മാത്രം ഒന്ന് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിന് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു തരാം. ഫ്രണ്ട് പാർട്ട് നമുക്കിങ്ങനെ എടുത്തു മാറ്റാം. ഈ ബ്ലൗസിന്റെ ബാക്ക് ഇറക്കം 17 ഇഞ്ചാണ്. ഇഞ്ചാണ് ബ്ലൗസിന്റെ ഇറക്കം. 1 ഇഞ്ചും കൂടെ കൂട്ടി 17 ഇഞ്ച്. സാധാരണയായിട്ട് ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ബ്ലൗസ് ഇറക്കം എത്രയാണോ അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് മാറ്റി നമുക്ക് നമ്മുടെ ഈ ബാൻഡ് മാർക്ക് ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. ബാക്ക് ഇറക്കം 14 അല്ലെങ്കിൽ 15 എത്ര ആയാലും അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് ബാൻഡ് മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം എത്രയാണോ അത് ബോഡി പാർട്ടായിട്ട് എടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ മിസ്റ്റേക്കാണ്. അത് ചിലർക്ക് ശരിയാവുമായിരിക്കും. അത് എങ്ങനെ ശരിയാവുന്നെന്ന് ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ നമുക്ക് 17 ഇഞ്ചാണ് ബ്ലൗസിന്റെ ബാക്ക് ഇറക്കം. ഇതിൽ നിന്ന് ഞാനൊരു 2 ഇഞ്ച് മുകളിലോട്ട് മാറ്റി, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഇങ്ങനെ ചെയ്യരുതാരും. നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് മുകളിലോട്ട് മാറ്റി നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച് മാറ്റി ഞാനിപ്പോൾ ഇവിടെ ഒരു ബാൻഡ് വരയ്ക്കുകയാണ്. ഇപ്പൊ ബ്ലൗസ് ഇറക്കത്തിന് മാത്രം നോക്കിയിട്ടാണ് ഈ ബാൻഡ് വരച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം നമ്മുടെ ബോഡി പാർട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവിടെ ബോഡി പാർട്ടിന്റെ ഇറക്കം എത്രയായി? 14.5 യഥാർത്ഥത്തിൽ ഈ ബ്ലൗസിന്റെ ബോഡി പാർട്ട് എടുക്കുന്ന ഇങ്ങനെയാണോ? ഇങ്ങനെയല്ല. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഈ ഒരു പാർട്ടിന്റെ കാര്യം ഇത് മാത്രമായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പറയാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും ആദ്യം ടക്ക് പോയിന്റ് എടുക്കും. ഷോൾഡർ മുതൽ ടക്ക് പോയിന്റ് വരെയുള്ള ഇറക്കം അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഹൈറ്റ് ഉള്ളവർക്ക്, ഹൈറ്റ് കുറഞ്ഞവർക്ക്, ഇനി ഇന്നർ വളരെ ലൂസായിട്ട് ഇടുന്നവർക്ക് ഇന്നർ ടൈറ്റ് ആയിട്ട്, അങ്ങനെ നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചും അവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ചുമാണ് നമ്മൾ ഈ ടക്ക് പോയിന്റ് കണ്ടുപിടിക്കുന്നത്, ബാക്ക് ഇറക്കത്തിനനുസരിച്ചല്ല. അപ്പം നമ്മൾ ടക്ക് പോയിന്റ് ഇപ്പം തുമ്പും കൂടി ചേർത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്തെന്ന് വെച്ചോ. ഈ വ്യക്തിക്ക് 10 ഇഞ്ചാണ് ടക്ക് പോയിന്റ് എങ്കിൽ നമ്മളത് 10 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഇനി നമുക്ക് അവരുടെ ബോഡി പാർട്ടിന്റെ ലെങ്ത് അത് എടുക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് പറയാം. അപ്പൊ ബോഡി പാർട്ടിന്റെ ഇറക്കം കൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു 13 ഇഞ്ച് മതി. ഇതും ഓരോരുത്തർക്കും വ്യത്യാസമാവും. ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരാണ്. അപ്പൊ ഈ വ്യക്തിക്ക് 13 ഇഞ്ച് മതി ബോഡി പാർട്ടിന്റെ ഇറക്കവും. അതും നമ്മൾ ബോഡി പാർട്ടിന്റെ ലെങ്ത് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിനോട് തുമ്പും കൂടി ചേർത്താണ് ഈ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 13 ഇഞ്ച് ഞാൻ ഈ വ്യക്തിക്ക് വേണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണ്. അപ്പൊ ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം രണ്ടും കൂടി 13 ഇഞ്ച്. ഇതാണ് ആ ഒരു ലൈൻ, ബോഡി പാർട്ടിന്റെ ലൈൻ. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കാം.
ഇതൊക്കെ ഓരോരുത്തരും നിങ്ങൾ എടുക്കുന്ന രീതി എങ്ങനെയാണോ ആ രീതിയിൽ ഇത് എടുക്കാം. ഈ ഷേപ്പിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് ബോഡി പാർട്ടിന്റെ ഈ ലൈനാണ്. നമ്മൾ ടക്ക് പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ തെറ്റായി ചെയ്യുന്ന രീതി വെച്ച് നമ്മൾ ബാൻഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതിപ്പോ എന്താ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്, 1.5 ഇഞ്ചോളം അധികം വരുന്നുണ്ട്. നമ്മള് ഇതാണ് നമ്മളെ ബോഡി പാർട്ടിന്റെ ലൈനായിട്ട് നമ്മൾ എടുത്തതെങ്കിൽ ബോഡി പാർട്ടിന്റെ ലെങ്തില് 1.5 ഇഞ്ച് അധികം വരുന്നു. അപ്പൊ ഇതുപോലെ 1.5 ഇഞ്ചൊക്കെ ബോഡി പാർട്ടിൽ അധികം വന്നാൽ നമ്മുടെ ബ്ലൗസിന്റെ അളവുകൾ ആകെ മാറും. ഒത്തിരി ലൂസ് വരും, കഴുത്ത് ലൂസ് വരും, കൈക്കുഴി ഭാഗത്ത് ലൂസ് വരും. നമ്മുടെ ഇപ്പൊ ആ തമ്പനയിൽ കണ്ട പോലുള്ള ഇങ്ങനെ വലിയ വലിയ ഞൊറിവുകൾ വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ബ്ലൗസ് ഇറക്കം എത്രയായിക്കോട്ടെ, ബ്ലൗസ് ഇറക്കം എത്രയായാലും നമുക്ക് പ്രശ്നമില്ല. അത് നമുക്ക് അതും അതിന്റെ കൂടെ തുമ്പും കൂടി ചേർത്ത് മാർക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ട് എടുക്കേണ്ടത്, അതായത് ഈ ഒരു പീസിന്റെ ഈ ഒരു ഫ്രണ്ട് പീസിന്റെ ഇവിടെ മുതൽ ഇങ്ങനെ അറ്റം വരെയുള്ള ലെങ്ത് ആണ് ബോഡി പാർട്ടിന്റെ ലെങ്ത്. ഈ ഷോൾഡർ മുതൽ ഈ ഭാഗം വരെയുള്ള ലെങ്ത് ഇതാണ് ബോഡി പാർട്ട്. ഈ പാർട്ടിന്റെ ലെങ്ത് നമ്മൾ ഈ പോയിന്റ് വരെ എടുക്കുന്നു. അതിനുശേഷം ഇവിടെ വരെയുള്ള ലെങ്ത് അതും നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് കണ്ടുപിടിക്കാം. ഒരാളിന്റെ ബോഡിയിൽ നിന്നും നമ്മൾ ഷോൾഡർ മുതൽ ഇങ്ങനെ ടേപ്പ് വെച്ച് ബാക്ക് വീഡിയോ ലാസ്റ്റ് പറയാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇത് പറയാണ്. നമ്മൾ ഷോൾഡർ മുതൽ പോയിന്റ് വരെ ടേപ്പ് കൊണ്ടുവന്ന് അത് മാർക്ക് ചെയ്തിട്ട് നേരെ അവരുടെ ശരീരത്തിന്റെ ആ ഷേപ്പ് തീരുന്ന ആ ഭാഗം വരെ, അതായത് ബാൻഡ് തുടങ്ങുന്ന ഭാഗം വരെ ടേപ്പ് കൊണ്ടുവന്ന് വെച്ച് നമുക്ക് ബോഡി പാർട്ടിലെ ലെങ്തും കണ്ടുപിടിക്കാം. അതിന്റെ കൂടെ നമുക്ക് തുമ്പ് ചേർക്കാം. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്ന ലെങ്ത് ശരീരത്തിൽ നിന്നാണെങ്കിലും അളവ് ബ്ലൗസിൽ നിന്നാണെങ്കിലും നമുക്ക് അങ്ങനെയാണ് ഫ്രണ്ട് ബോഡി പാർട്ട് കിട്ടുന്നത്. ബ്ലൗസിന്റെ ബാക്ക് ഇറക്കത്തിൽ നിന്ന് 2.5 ഇഞ്ച് മാറ്റി അല്ലെങ്കിൽ 3.5 ഇഞ്ച് മാറ്റിയിട്ടൊന്നും നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ട് കണ്ടുപിടിക്കരുത്. അങ്ങനെ കണ്ടുപിടിച്ചാലാണ് നമ്മുടെ തമ്പനയിൽ കണ്ട പോലുള്ള പ്രശ്നം. ഇനി തമ്പനയിലെ ഭാഗ്യത്തിന് ബാക്കി കൈക്കുഴിയൊക്കെ അവർക്ക് നല്ല കറക്റ്റ് അളവാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒത്തിരി ചുളിവ് വരും. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് കമന്റ് ഇങ്ങനെ ചോദിക്കുന്നത്, എൻ്റെ ബ്ലൗസിന്റെ ബാക്ക് ഇറക്കം ഇത്രയാണ്, അപ്പോൾ ടക്ക് പോയിന്റ് എത്ര എടുക്കും, ബോഡി പാർട്ട് എത്ര എടുക്കും, അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ബ്ലൗസിന്റെ ബാക്ക് ഇറക്കത്തിന് വെച്ച് ഇത് ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഈ സൈഡ് ലെങ്ത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഫ്രണ്ടും ബാക്കും കൂടെ സൈഡ് ജോയിൻ ചെയ്യത്തില്ലേ കൈയൊക്കെ വെച്ചതിന് ശേഷം, അപ്പോഴിത് കയറി ബാക്കിന്റെ അത്രയും തന്നെ ഫ്രണ്ടിന്റെ ബാൻഡും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ഉള്ള ഈ ലെങ്തും നമ്മുടെ ഈ കൈക്കുഴിയുടെ ഭാഗത്തുള്ള ഈ ലെങ്തും കറക്റ്റ് ആവാനും കൂടി വേണ്ടിയിട്ടാണ് അവർ ഈ ബാക്ക് ഇറക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് ബാക്കി മാർക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗം മൊത്തം ബോഡി പാർട്ടിൽ വെക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ബ്ലൗസ് ഇറക്കം കൂടി വരികയാണെങ്കിൽ നമ്മൾ ബാൻഡിലാണ് അത് കൂട്ടിക്കൊടുക്കേണ്ടത്. അതായത് നമുക്കിപ്പോൾ ബ്ലൗസ് ഇറക്കം ഒരു 13 ഇഞ്ച് മതിയെങ്കിൽ അവരുടെ ബോഡി പാർട്ടിന്റെ ഇറക്കത്തിൽ ഒരു മാറ്റവും വരില്ല. എത്രയാണോ അവരുടെ ശരീരത്തിന്റെ പോയിന്റ് വരെയും അതിനുശേഷമുള്ള മൊത്തം ബോഡി പാർട്ടിന്റെ ഇറക്കം എത്രയാണോ അത്രയും തന്നെ നമുക്ക് എടുക്കാം. ഈ പാർട്ടിലല്ല വ്യത്യാസം വരുന്നത് ഈ ബാൻഡിലാണ്. ഈ ബാൻഡിന്റെ ആ ഒരു വീതി 1.5, 2.5 അങ്ങനെ വ്യത്യാസം വരും. അതല്ലെങ്കിൽ ഇനി ബ്ലൗസിന്റെ ബാക്ക് നല്ല ഇറക്കം വേണം, അങ്ങനെയാകുമ്പോൾ ഈ വീതി ബാൻഡിന്റെ വീതി കൂടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സൈഡ് കറക്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായ? തമ്പനയിൽ ആ ഒരു ഫോട്ടോ വെച്ചത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഈ രീതിയിൽ കട്ട് ചെയ്യുന്നതും ചില സമയത്ത് ശരിയാവാറുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലൗസ് ഇറക്കം കുറവാണെങ്കിൽ ചിലപ്പോൾ ഇത് കറക്റ്റ് ആവാം. അവരുടെ ബോഡിക്ക് ഇത് കറക്റ്റ് ആണെങ്കിൽ ഈ ലെങ്ത് കറക്റ്റായി വരികയാണെങ്കിൽ ഇതിങ്ങനെ എടുക്കുന്നത് കറക്റ്റ് ആവും. പക്ഷെ എല്ലാവർക്കും ശരിയാവത്തില്ല. നമുക്ക് അങ്ങനെ നോക്കണ്ട. നമ്മൾ ആളിന്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന അളവ്
അല്ലെങ്കിൽ അളവ് ബ്ലൗസ് കറക്റ്റ് ആണെങ്കിൽ, കറക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൗസ് കൊണ്ടുവരുമ്പോൾ നമ്മളടുത്ത് പറയുമല്ലേ ഇത്രയും പ്രശ്നമുണ്ട്, എനിക്കിവിടെ ഇത് ഒരു ലൂസായിട്ട് കിടക്കുന്നു, അങ്ങനെ എന്തായാലും അവർ പറയും. അതല്ല നമുക്കത് കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് തോന്നും ആ ഒരളവിൽ കുറച്ച് വ്യത്യാസപ്പെടുത്താം, നമുക്ക് തോന്നും. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ് ഈ റോങ് ആയിട്ട് എടുക്കുന്ന മെത്തേഡിൽ ചെയ്യുന്ന ബ്ലൗസുകളിൽ ഫ്രണ്ട് നമ്മൾ സാരി ഉടുത്ത് കവർ ആവുന്നത് കൊണ്ട് ഈ ചുളുക്ക് അധികം വരും കാണത്തില്ല. ചിലർക്ക് അതൊരു പ്രശ്നവും അല്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. ഫ്രണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കണമെന്ന് ഉള്ളവർക്കൊക്കെ ഇത് പ്രശ്നമാവും. ചിലപ്പോൾ അവർ നമ്മളടുത്ത് പിന്നെ തയ്ക്കാൻ കൊണ്ടുവരാതെ അവർ വേറെ തയ്ക്കാൻ കൊണ്ടുപോകും. അപ്പം നമ്മളത് അറിയുന്നില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബോഡി പാർട്ട് എടുക്കേണ്ടത്. ഇവിടെ തന്നെ നമുക്ക് ഇത്രയും ഒരു വ്യത്യാസം വന്നാൽ നിങ്ങൾ നോക്കിയാൽ നമ്മൾ എത്ര ടക്ക് എടുത്താലൊന്നും അത് കറക്റ്റ് ആവത്തില്ല. ബ്ലൗസിന്റെ ബാക്ക് ഇറക്കം കൂടുന്നതിനനുസരിച്ച് ബോഡി പാർട്ടിന്റെ ഇറക്കത്തിൽ ഒരു വ്യത്യാസവും വരില്ല. ബാൻഡ് പീസിലാണ് വ്യത്യാസം വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.